ഇലക്ട്രോണിക്സിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന വേറൊരു ഏരിയ ആണ് പ്രൊപ്പഗേഷൻ ഡിലേയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, പ്രൊപ്പഗേഷൻ ഡിലേ നോർമലി സീക്വൻഷ്യൽ സർക്യൂട്ട്സിലും കോമ്പിനേഷണൽ സർക്യൂട്ട്സിലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം രണ്ട് ടേംസ് ഡിഫൈൻ ചെയ്യണം നമുക്ക് ഈ പറയുന്ന ടി പി പ്രൊപ്പഗേഷൻ ഡിലേയായിട്ട് ബന്ധപ്പെട്ട്. പ്രൊപ്പഗേഷൻ ഡിലേ നോർമലി ടി പി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതിൽ തന്നെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ടി പി എച്ച് എൽ എന്നും ടി പി എൽ എച്ച് എന്ന് പറയുന്ന ടേംസും ഡിഫൈൻ ചെയ്യാനായിട്ട്. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് പറയാം. ഫോർ എക്സാമ്പിൾ ഒരു ആൻഡ് ഗേറ്റ് ഇവിടെ കാണും. ഈ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. വേറൊരു ഇൻപുട്ട് കൊടുക്കുന്നതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് വേവ് ഫോം. ഈ വേവ് ഫോം ലോ ടു ഹൈ വേരി ചെയ്ത് വീണ്ടും ഹൈ ടു ലോ ആകുന്നു. സോ 0യിൽ നിന്ന് 1ലേക്ക് പോയി 1ൽ നിന്ന് വീണ്ടും 0ലേക്ക് പോയി. നോക്കുക, ഈ ഇൻപുട്ട് കൊടുക്കുന്ന സെയിം ടൈമിൽ തന്നെ നമ്മൾ ഔട്ട്പുട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ലോജിക് ഫാമിലിയുടെ ഡിഫറൻസ് അനുസരിച്ച്. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് ലോജിക് ഫാമിലീസ് ഉണ്ട്. TTL, CMOS, ECL. ഓക്കെ, ഇവർ കുറേ ഡിജിറ്റൽ ഫാമിലീസ് ഉണ്ട്. മെയിൻലി യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ ഫാമിലീസ് ആണിത്. ഏത് ലോജിക് ഫാമിലിയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഇന്റേണൽ സർക്യൂട്ടറിനനുസരിച്ച് നമുക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് എത്താനുള്ള ഒരു ഡിലേ ഉണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടൈം t=0 തന്നെ ഔട്ട്പുട്ടിലേക്ക് വരണം എന്നില്ല. ആ ഒരു ടൈം ക്യാപ്പിനെയാണ് ആക്ച്വലി പ്രൊപ്പഗേഷൻ ഡിലേ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ നോക്കുക, ഇൻപുട്ട് ലോ ടു ഹൈ വരുന്ന 50% ടൈം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ബബിൾ ചെയ്തിട്ടുണ്ട്. 50% ടൈമിൽ നിന്ന് നിങ്ങൾ ഔട്ട്പുട്ട് വേവ് ഫോം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ആ സെയിം ടൈമിൽ ഔട്ട്പുട്ട് ചേഞ്ച് വരുന്നില്ല. ഓക്കെ, ഒരു കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ടിൽ ആ ചേഞ്ച് റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോക്കുക, ഇവിടെയാണ് ആ ചേഞ്ച് ഒക്കർ ചെയ്യാൻ എടുക്കുന്ന ടൈം. ഈ ഒരു ടൈമിനെയാണ് ആക്ച്വലി ലോ ടു ഹൈ ടൈം, പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് ലോ ടു ഹൈ, TPLH കൊണ്ട് മീൻ ചെയ്യുന്നു. TPLH കൊണ്ട് ടൈം ബിറ്റ്വീൻ ദ ഡെസിഗ്നേറ്റഡ് പോയിന്റ് നമ്മൾ എടുക്കുന്ന 50% ഓഫ് ദ മാക്സിമം point on the input pulse and the corresponding point on the output pulse when the output is changing from low to high. Okay, അപ്പം ഈ വാല്യൂവിനെയാണ് നമ്മൾ TPLH കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു കേസ് കൂടെ കൺസിഡർ ചെയ്യാനുണ്ട്. അതായത് ദ ടൈം ബിറ്റ്വീൻ ദ ഡെസിഗ്നേറ്റഡ് പോയിന്റ് ഓൺ ദ ഇൻപുട്ട് പൾസ് ആൻഡ് ദ കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദ ഔട്ട്പുട്ട് പൾസ്. നമ്മൾ നോർമലി ഇത് 50% ആയിട്ട് തന്നെയാണ് എടുക്കുക. ഔട്ട്പുട്ട് ഈസ് ചേഞ്ചിങ് ഫ്രം ഹൈ ടു ലോ. ഹൈ ടു ലോ ചേഞ്ച് ചെയ്യുന്ന ടൈം, ഇൻപുട്ടിൽ ഹൈ ടു ലോ വന്ന ഡ്യൂറേഷൻ ഇൻസ്റ്റന്റ് ഈ പറയുന്ന ഇൻസ്റ്റന്റ് ആണ്. ആ ഇൻസ്റ്റന്റിൽ നിന്ന് ഔട്ട്പുട്ടിൽ ആ ചേഞ്ച് റിഫ്ലക്ട് ചെയ്ത ടൈം, അതിനാണ് നമ്മൾ എന്ത് പറയുക, TPHL. അപ്പോൾ TPHL എന്നും TPLH എന്ന് പറയുന്ന രണ്ട് പാരാമീറ്റർ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റി. ഇനി പ്രൊപ്പഗേഷൻ ഡിലേ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, TP അല്ലെങ്കിൽ TPD കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മാക്സിമം വാല്യൂ ഏതാണോ അത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം TPHL-ഉം TPLH-ഉം ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ ഏതാണോ മാക്സിമം വാല്യൂ ആ വാല്യൂ ആയിരിക്കും നമ്മൾ പ്രൊപ്പഗേഷൻ ഡിലേ ആയിട്ട് കൺസിഡർ ചെയ്യുക. നമുക്ക് ലോജിക് ഫാമിലീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പേഴ്സണലി നമുക്ക് ഇത് വെച്ചുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഓഫ് ദി TPHL ആൻഡ് TPL ഏതാണ് ഗ്രേറ്റർ അത് നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി ഈ പ്രൊപ്പഗേഷൻ ഡിലേ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കൊണ്ടുവരാവുന്ന കുറച്ച് സർക്യൂട്ടറി ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് ഈ പറയുന്നൊരു പാർട്ടിയിൽ നിന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ നോക്കുക, നമുക്കൊരു നോട്ട് ഗേറ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പം ഇവിടെ നോട്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. A ആണ് ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്നത്, ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് A ബാർ. ഓക്കെ, സിമ്പിൾ ഗേറ്റ് ആസ് എൻ ഇൻവെർട്ടർ ഗേറ്റ്, നോട്ട് ഗേറ്റ് ആസ് എൻ ഇൻവെർട്ടർ ഗേറ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നോട്ട് ഗേറ്റിനെ തന്നെ, നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഞാൻ തിരിച്ച് ഇൻപുട്ടിലേക്ക് ഫെഡ് ബാക്ക് ചെയ്യാണ്. ഓക്കെ, നോക്കുക, ഈ പറയുന്ന സർക്യൂട്ടിൽ രണ്ട് നോട്ട് ഗേറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗേറ്റ് നോട്ട് ഗേറ്റ് ആൻഡ് സെക്കൻഡ് വൺ. ഫസ്റ്റ് ഇൻപുട്ട് ഞാൻ 0 കൊടുത്തു. ഓക്കെ, 0 എന്ന് പറയുന്ന ഗേറ്റിന്റെ ഔട്ട്പുട്ടിലേക്ക് 1 കൊടുത്തു. 1 വീണ്ടും കോംപ്ലിമെന്റ് ചെയ്ത് 0 ആക്കി. ഓക്കെ, നമ്മൾ 0 ഇൻപുട്ടിൽ കൊടുത്തു. ഫസ്റ്റ് നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആയി. ആ ഔട്ട്പുട്ട് വീണ്ടും 0ലേക്ക് കൊടുത്തു. ഇത് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ 0 കൊടുത്ത 0 ആയിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇതേപോലെ ഞാൻ 1 ആണ് ഇൻപുട്ടിൽ കൊടുത്തതെന്ന് വിചാരിക്കാം. ഇൻപുട്ടിൽ 1 കൊടുത്തു, ഫസ്റ്റ് നോട്ട് ഗേറ്റ് ഔട്ട്പുട്ട് 0 ആയി, വീണ്ടും അത് കോംപ്ലിമെന്റ് 1 ആയി. ഈ 1 തന്നെ ഫീഡ്ബാക്ക് ചെയ്ത് എന്ത് ചെയ്തു, ഇൻപുട്ട് സെല്ലിലേക്ക് വന്നു.
നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ 0 ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും, 1 കൊടുക്കുകയാണെങ്കിൽ 1 ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. നമുക്ക് പറയാം ഈ പറഞ്ഞ പർട്ടിക്കുലർ സർക്യൂട്ടിൽ 2 സ്റ്റേറ്റ് ഉണ്ട്, 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്. ഇതൊരു സ്റ്റേറ്റ് ആണ് 0 എന്ന് പറയുന്ന സ്റ്റേറ്റ്, ഇത് വേറൊരു സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് ഈ പർട്ടിക്കുലർ കോമ്പിനേഷൻ നമുക്ക് എന്ത് പറയാം, ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയാം. അപ്പോൾ ഈവൻ നമ്പർ ഓഫ് നോട്ട് ഗേറ്റ് നമ്മൾ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് കണക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറയുന്ന സർക്യൂട്ട് ബൈസ്റ്റേബിൾ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഇനി നമുക്കൊരു ഓഡ് നമ്പർ ഓഫ് കോമ്പിനേഷൻ കൂടെ നമുക്ക് നോക്കാം. ഈ കേസിൽ 0 ഫസ്റ്റ് കണക്ട് ചെയ്യുന്നു. ഫസ്റ്റ് നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആണ്, അടുത്ത ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആണ്, അടുത്ത ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആണ്. തിരിച്ചും ഇവിടെ ഫീഡ്ബാക്ക് ചെയ്യാൻ പോകുന്നത് 1 ആയിരിക്കും. ആക്ച്വലി 1 കൊടുത്തു, 0 കൊടുത്തു, ഇവിടെ 1 വരും, ഇവിടെ 0 വരും. വീണ്ടും ഈ 0 ഇവിടെ വന്നു കഴിഞ്ഞാൽ 0 1 0 1. ആക്ച്വലി ഇവിടെ സംഭവിക്കുന്ന ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 0 1 0 1 0 എന്നുള്ള രീതിയിൽ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് പറയാം ഇവിടെ നോ സ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് കണക്ഷനിൽ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഓഡ് നമ്പർ ഓഫ് നോട്ട് ഗേറ്റ്സ് ആണ് നമ്മുടെ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ഒരു അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടും ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഈവൻ നമ്പർ ഓഫ് നോട്ട് ഗേറ്റ്സ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് ബൈസ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യും. ഓഡ് നമ്പർ ഓഫ് ഫണ്ട്സ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് അസ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യും. ഇനി നമ്മൾ ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നോക്കുക, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ അല്ലെങ്കിൽ നോക്കുക ഓഡ് നമ്പർ ഓഫ് നോട്ട് ഗേറ്റ്സ്, ഓഡ് നമ്പർ ഓഫ് നോട്ട് ഗേറ്റ്സ് നമ്മൾ കണക്ട് ചെയ്യാണ് വിത്തൗട്ട് ഫീഡ്ബാക്ക് ആണെങ്കിൽ അത് വർക്ക് ചെയ്യുന്നത് ഇൻവെർട്ടർ ഗേറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുക. പക്ഷെ ഈവൻ നമ്പർ ഓഫ് നോട്ട് ഗേറ്റ്സ് നമ്മൾ വിത്തൗട്ട് ഫീഡ്ബാക്ക് വിത്തൗട്ട് ഫീഡ്ബാക്കിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളത് വർക്ക് ചെയ്യുന്ന ഒരു ബഫർ ആയിട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ 1 കൊടുത്തു, ഔട്ട്പുട്ടിൽ 0 കിട്ടി, വീണ്ടും ഒന്നുകൂടെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ അതേപോലെ 0 കൊടുത്തു കഴിഞ്ഞാൽ 1 കിട്ടും, ഇവിടെ 0. ഇത് കൊടുക്കുന്ന വാല്യൂ എന്താണ് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സർക്യൂട്ടിനെ പറയുന്ന പേര് ബഫറാണ്. വിത്ത് ഫീഡ്ബാക്കും വിത്തൗട്ട് ഫീഡ്ബാക്കും ഓഡ് നമ്പർ ഓഫ് ഗേറ്റും ഈവൻ നമ്പർ ഓഫ് നോട്ട് ഗേറ്റ്സ് കണക്ട് ചെയ്യുന്ന കോമ്പിനേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിനെ സംബന്ധിച്ച് നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റൻ ആണ് അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. അപ്പോൾ നമ്മളൊരു സ്ക്വയർ വേവ് ഫോം എടുക്കുകയാണെങ്കിൽ ഈ ഡ്യൂറേഷനാണ് നമ്മൾ ടി എന്ന് മെൻഷൻ ചെയ്യുക, ടൈം പീരീഡ് F=1/t. അപ്പം ഈ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ നമ്മൾ ഒരു പേരും കൂടെ പറയാനുണ്ട്. സീക്വൻഷ്യൽ സർക്യൂട്ട് പറയുമ്പോൾ നമുക്ക് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റിംഗ് ഓസിലേറ്റർ എന്നോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, സ്ക്വയർ വേവ്, ക്ലോക്ക് ജനറേറ്റർ എന്നൊക്കെ നമുക്ക് ഈ പറയുന്ന ഡിഫറെൻറ്റ് നെയിംസിൽ ഈ തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത സർക്യൂട്ട് നമുക്ക് മെൻഷൻ ചെയ്യാം. നമുക്കൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ നോക്കുക. ഇവിടെ ഒരു 3 നോട്ട് ഗേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ നോട്ട് ഗേറ്റിൻ്റെ ഡിലേ TPD ആണ്. TPD. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഔട്ട്പുട്ടിൽ ഇനിഷ്യലി 1 ആണ്. ഞാനിവിടെ 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ഇതിനെ വെച്ചു. നോക്കുക, ഈ പറയുന്ന 1 പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇവിടെ വന്നു. ഇനി നോക്കുക, ഫസ്റ്റ് കണക്ട് ചെയ്ത നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ഈ ചേഞ്ച് റിഫ്ലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0 ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് TPD ഡിലേ. ഒരു TPD ടൈം നമുക്ക് എന്തായാലും ഗ്യാരണ്ടി ചെയ്യാം ഔട്ട്പുട്ട് എന്തായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. കാരണം ഈ ഔട്ട്പുട്ട് ലൈനിൽ 1 തിരിച്ച് ഫീഡ്ബാക്ക് ചെയ്ത് ഇവിടെ വന്നു. പക്ഷെ ഫസ്റ്റ് നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരണമെങ്കിൽ തന്നെ TPD ഡിലേ ഉണ്ട്. ഇവിടെ എത്തിയ 0 വീണ്ടും ഒരു TPD ഡിലേ കഴിയുമ്പോഴാണ് സെക്കൻഡ് നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുക. അപ്പോൾ നോക്കുക, നമ്മുടെ ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന വേവ് ഫോം വീണ്ടും ഒരു TPD ഡ്യൂറേഷനിലേക്ക് എന്ത് തന്നെയായിരിക്കും, ഹൈ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. നോക്കുക, ഈ പറയുന്ന തേർഡ് നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ വന്ന 1 കോംപ്ലിമെന്റ് ചെയ്ത് 0 ആവാൻ വേണ്ടി എഗെയിൻ ഒരു TPD ഡിലേ നമ്മൾ കൺസിഡർ ചെയ്യാം. അത്രയും ടൈമും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന TPD ഹൈ ആയിട്ട്, ഈ പറയുന്ന ഔട്ട്പുട്ട് വേവ് ഫോം ഹൈ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അത്രയും ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുക ഔട്ട്പുട്ട് എന്തായിട്ട് മാറി, 0 ആയി. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് 0ലേക്ക് വന്നു. ഈ പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് 0ലേക്ക് വന്നെങ്കിലും ഫസ്റ്റ് നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ആ ചേഞ്ച് റിഫ്ലക്ട് ചെയ്യാൻ എഗെയിൻ നമുക്ക് എന്ത് ചെയ്യണം, TPD ഡിലേ വേണം. വീണ്ടും നമ്മളൊരു TPD ഡിലേ കഴിഞ്ഞു.
ഇനി ഈ പറയുന്ന 1 ഇവിടെ റിഫ്ലക്ട് ചെയ്ത് 0 ആവണമെന്നുണ്ടെങ്കിൽ അഗെയിൻ ഒരു ടി പി ഡി ഡിലേ ആണ്. സോ ടി പി ഡി ഡിലേ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യും. ഇനി ഈ പറയുന്ന 0 വീണ്ടും ഔട്ട്പുട്ട് സ്റ്റേജിൽ 1 ആയിട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ടി പി ഡി ഡിലേ. സോ വീണ്ടും ഒരു ടി പി ഡി ഡിലേ നമുക്കത് വെയിറ്റ് ചെയ്യാം. അത്രയും ടൈം കഴിയുമ്പോൾ ഇത് 1 ആയി. നോക്കുക, നമ്മുടെ ഒരു പൾസിൻ്റെ ചേഞ്ച് ഒക്കർ ചെയ്യുന്നത് ടോട്ടൽ ടി എന്ന് പറയുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 ടി പി ഡി ആണ്. അതിൽ നമുക്ക് നോക്കാം, ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നമുക്ക് കിട്ടി ടോട്ടൽ 6 ടി പി ഡി ആണ് ടൈം ഡിലേ. നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 3 നോട്ട് ഗേറ്റ് ഉണ്ടായിരുന്നു. 3 ടി പി ഡി ഇൻറ്റു 2 അതിൻ്റെ ഡബിൾ അല്ലേ. ആ രീതിയിലാണ് നമുക്ക് 6 ടി പി ഡി കിട്ടിയത്. ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഇഫ് യു ആർ യൂസിങ് n നോട്ട് ഗേറ്റ് 2 ഇൻറ്റു n ഇൻറ്റു ടി പി ഡി. ഇതാണ് നമ്മുടെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ. ഒരു ജനറൽ ഇക്വേഷനായിട്ട് നമ്മളതൊന്ന് ഓർത്ത് വയ്ക്കുക. ഫോർ എ റിംഗ് ഓസിലേറ്റർ ഓർ സ്റ്റേബിൾ മൈബ്രേറ്റർ യൂസിങ് ഗേറ്റ്സ്, the time period of the generator square wave is t is equal to 2n TPD, where n is the number of inverters in the feedback, TPD is the propagation delay of each gate. Okay. ഇത് റിലേറ്റ് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേഷൻ ഡിലേ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഡിലേ ഓഫ് എ നോർ ഗേറ്റ്സ് ആൻഡ് എ മൾട്ടിപ്ലക്സർ ഇൻവെർട്ടർ 2 നാനോസെക്കൻഡ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ ഗേറ്റ്, അപ്പോൾ ഈ നോർ ഗേറ്റിൻ്റെ ഡിലേ എന്ന് പറയുന്നത് 2 നാനോസെക്കൻഡ്സ് ആണ്. മൾട്ടിപ്ലക്സറിൻ്റെ ഡിലേ എന്ന് പറയുന്നത് 1.5 നാനോസെക്കൻഡ്സ് ആണ്. ആൻഡ് ഇൻവെർട്ടർ നോട്ട് ഗേറ്റിൻ്റെ ഡിലേ എന്ന് പറയുന്നത് 1 നാനോസെക്കൻഡ് ആണ്. Okay. If all inputs PQ, RST are applied at the same time instant, then the maximum propagation delay in nanosecond of the circuit. ഈ സർക്യൂട്ടിലെ മാക്സിമം പ്രൊപ്പഗേഷൻ ഡിലേ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിനകത്ത് കുറേ ഇൻപുട്സ് ഉണ്ട്, പി ക്യു ആർ എസ്. നമുക്ക് എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ ടി എന്ന് പറയുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മക്സിലെ ഏത് പാത്ത് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ ആദ്യം എടുക്കാം. ടി ഇസ് ഈക്വൽ ടു 0. വെൻ ടി ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ എസ് 0 ആയി, ഫസ്റ്റ് മക്സിൻ്റെ സെലക്ട് ലൈൻ 0 ആയി, സെക്കൻഡ് മക്സിൻ്റെ സെലക്ട് ലൈൻ 1 ആയി. അപ്പോൾ നമുക്ക് നോക്കാം, ഈ പറയുന്ന കോമ്പിനേഷനിൽ 0 എന്ന് പറയുന്ന ലൈനാണ് ചൂസ് ചെയ്യുക. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുത്ത ക്യൂവും ആറിൻ്റെയും ഔട്ട്പുട്ടിലേക്ക് വരുന്നതിന് ഏകദേശം ഫസ്റ്റ് നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റ് നമുക്കറിയാം 2 നാനോസെക്കൻഡ് ഡിലേ വരും. ഈ 2 നാനോസെക്കൻഡ്സ് കഴിഞ്ഞ് നമുക്കൊരു മക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. മക്സിൻ്റെ 0 എന്ന് പറയുന്ന ലൈനാണ് നമ്മൾ ചൂസ് ചെയ്യുക. കാരണം 0 ആണ്, S0 = 0 ആണ്. ഇവിടെ ഒരു 1.5 നാനോസെക്കൻഡ് ഡിലേ വന്നു. ഈ ഔട്ട്പുട്ട് ഇവിടെ റീച്ചായി. ഇവിടെ എത്തിക്കഴിയുമ്പം നോക്കുക, ഇവിടെ S0 = 1 ആണ്. 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 എന്ന് പറയുന്ന പാത്തായിരിക്കും ചൂസ് ചെയ്യുക. ഈ പറയുന്ന ലോവർ പാത്തിലേക്ക് വന്നു. അഗൈൻ ഇവിടെ ഒരു മക്സ് ഉണ്ട്. ഈ മക്സിൻ്റെ ഡിലേ എന്ന് പറയുന്നത് 1.5 നാനോസെക്കൻഡ് ആണ്. 1.5 നാനോസെക്കൻഡ്സ് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ടോട്ടൽ എന്ന് പറയുന്നത് 2 നാനോസെക്കൻഡ്സ് പ്ലസ് 1.5 നാനോസെക്കൻഡ് പ്ലസ് 1.5 നാനോസെക്കൻഡ്. ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 5 നാനോസെക്കൻഡ് ഡിലേ ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന പെർട്ടിക്കുലർ പാത്തിൽ വെൻ ടി ഇസ് ഈക്വൽ ടു 0-ൽ നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ മാക്സിമം പ്രൊപ്പഗേഷൻ ഡിലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു പോസിബിലിറ്റിയും കൂടെ ചെക്ക് ചെയ്ത് നോക്കാനുണ്ട്. നമുക്ക് അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയാലേ നമുക്ക് മാക്സിമം ആണോ നോക്കാൻ പറ്റും. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു 1 ആയിട്ട് കൺസിഡർ ചെയ്യും. ടി ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഫസ്റ്റ് S0യുടെ കേസ് 1 ആണ്, ഇവിടുത്തെ കേസിൽ 0 ആണ്. ഇവിടെ 1 ആണെങ്കിൽ നോക്കുക, ഫസ്റ്റ് നോട്ട് ഗേറ്റ് ഉണ്ട്, അത് 1 നാനോസെക്കൻഡ് ആണ്. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് എത്താൻ 1 നാനോസെക്കൻഡ്സ് ഡിലേ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നോക്കുക, 1 എന്ന് പറഞ്ഞ പാത്താണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ മക്സിൽ പാസ് ചെയ്യാൻ 1.5 നാനോസെക്കൻഡ്സ് ഡിലേ ആയി. ഇത് നോക്കുക, സെക്കൻഡ് മക്സിൻ്റെ എസിൻ്റെ വാല്യൂ 0 ആണ്. എസിൻ്റെ വാല്യൂ 0 എന്ന് വെച്ചാൽ ടോപ്പ് പാത്താണ് ചൂസ് ചെയ്യുക. അപ്പോൾ ഈ പാത്തിൽ പാസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു നോർ ഗേറ്റ് ഉണ്ട്. സോ അഗെയിൻ ഒരു 2 നാനോസെക്കൻഡ് ഡിലേ ഉണ്ട്. അഗെയിൻ ഈ മക്സിൽ പാസ് ചെയ്ത് വരുമ്പോൾ 1.5 നാനോസെക്കൻഡ്. നോക്കുക, നമുക്ക് വെൻ ടി ഇസ് ഈക്വൽ ടു 1 ആകുമ്പം ഉള്ള ഡിലേ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 നാനോസെക്കൻഡ് പ്ലസ് 1.5 നാനോസെക്കൻഡ് പ്ലസ് 2 നാനോസെക്കൻഡ് പ്ലസ് 1.5 നാനോസെക്കൻഡ്. അപ്പോൾ നോക്കുക, സെക്കൻഡ് കേസിൽ ആക്ച്വലി നമുക്ക് വരുന്നത് 3 + 2 5 + 1 6 നാനോസെക്കൻഡ്സ്.
അപ്പോൾ നമ്മുടെ സെക്കൻഡ് കേസിലാണ് നമുക്ക് മാക്സിമം ഡിലേ വരുന്നത്. t = 1 നമുക്ക് പ്രൊപ്പഗേഷൻ ഡിലേ 6 നാനോ സെക്കൻഡ്സ് വരും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കേണ്ടത്, ഫൈൻഡ് ദ ഫ്രീക്വൻസി ജനറേറ്റഡ് ബൈ നോട്ട് ഗേറ്റ് ഇൻ എ ലൂപ്പ് ഇഫ് ദ പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് ഈച്ച് നോട്ട് ഗേറ്റ് ഇസ് 100 picoseconds. നമുക്ക് ഇവിടെ 1 2 3 4 5 നമുക്ക് 5 ഗേറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ എന്താണെന്നുള്ള. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2n/gpd ആണ്. ഈ ഇക്വേഷനിൽ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്നിൻ്റെ വാല്യൂ നമുക്കറിയാം, n = 5 ആണ്. TPD എന്ന് പറയുന്നത് 100 picoseconds. ഈ പറയുന്ന വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം ഫ്രീക്വൻസിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വിച്ച് = 1/t. നമ്മൾ ഇക്വേഷൻ കൊടുക്കുക. പൈക്കോ എന്ന് പറയുന്നത് 10⁻⁻12 ആണ്. അപ്പോൾ 2 × 5 × 100 × 10⁻⁻12. സോ ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നത് 10⁹ ആണ്. 10⁹ എന്ന് പറയുന്നത് 1 GHz. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പരീക്ഷയ്ക്ക്. നമ്പർ ഓഫ് നോട്ട് ഗേറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഫോർമുല വെച്ച് ഈ ആൻസറിലേക്ക് എത്താം. നെക്സ്റ്റ് വേവ് ഫോം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ള ഒരു ഏരിയ പ്രൊപ്പഗേഷൻ ഡിലേനെ സംബന്ധിച്ച്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ടൊരു നാൻ ഗേറ്റിൻ്റെ 2 ഇൻപുട്ടും നോട്ട് ചെയ്ത് കൊടുത്തു. നോക്കുക, ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് ഞാനൊരു വേവ് ഫോം അപ്ലൈ ചെയ്യാം. ഓക്കെ, t = 0 എന്ന് പറയുന്ന സമയത്ത് ഇൻപുട്ട് 0 നിന്ന് 1 ചേഞ്ച് ചെയ്യും. എന്തായിരിക്കും ഔട്ട്പുട്ട് വേവ് ഫോം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് 10 നാനോ സെക്കൻഡ്സ്. നമുക്ക് നാൻ ഗേറ്റ് ഷോർട്ട് ചെയ്ത് കൊടുത്താൽ ഇത് ആക്ട് ചെയ്യുന്ന ഇതൊരു നാൻ ഗേറ്റ് ആണ് ആക്ച്വലി. പക്ഷെ നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നത്, 2 ഇൻപുട്ടും ഷോർട്ട് ചെയ്തു, എ ബിയും ഷോർട്ട് ചെയ്ത് കൊടുത്താൽ അത് വർക്ക് ചെയ്യുന്നത് നോട്ട് ഗേറ്റ് ആണ്. നോക്കുക, നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം നമ്മളൊരു ഗ്രാഫിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ, സോ ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട് വേവ് ഫോം. ഫോർ എക്സാമ്പിൾ VI എന്നിരിക്കട്ടെ, നമുക്ക് VO ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം വരയ്ക്കാം. സോ ഇൻപുട്ട് വേവ് ഫോം ഞാൻ വരച്ചു. സോ t = 0 എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ വരച്ചു. ഓരോ ഡ്യൂറേഷൻ 10 നാനോ സെക്കൻഡ്സ് ആണ്, 10 20 നാനോ സെക്കൻഡ് എക്സെട്ര. അപ്പോൾ നമ്മുടെ VI ഞാൻ പ്ലോട്ട് ചെയ്യും. അപ്പം നമ്മുടെ ക്വസ്റ്റനിൽ 10 നാനോ സെക്കൻഡ് ആണ് ഈ ഗേറ്റിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു ഐഡിയൽ കേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് വിത്തൗട്ട് ഡിലേ പ്രൊപ്പഗേഷൻ ഡിലേ, വിത്തൗട്ട് പ്രൊപ്പഗേഷൻ ഡിലേ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഐഡിയൽ കേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇതൊരു നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇനിഷ്യലി നോട്ട് ചെയ്തു 0 ആയിരുന്നത് എന്തായിരിക്കും 1 ആണ്. 1 വരുമ്പോൾ എന്താവും 0. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഐഡിയൽ കേസിൽ ഈ പറയുന്ന ഗേറ്റ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊപ്പഗേഷൻ ഡിലേ പ്രൊപ്പഗേഷൻ ഡിലേ നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു 10 നാനോ സെക്കൻഡ് പ്രൊപ്പഗേഷൻ ഡിലേ ആണ്. ഫസ്റ്റ് നമ്മൾ ഐഡിയൽ കേസ് വരയ്ക്കുക. ഇനി എത്രയാണ് പ്രൊപ്പഗേഷൻ ഡിലേ നോക്കുക. 10 നാനോ സെക്കൻഡ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന വേവ് ഫോമിന്, വിത്തൗട്ട് ഡിലേ കിട്ടിയിരിക്കുന്ന വേവ് ഫോമിന് 10 നാനോ സെക്കൻഡ് ഷിഫ്റ്റ് ചെയ്യാം. ഓൾറെഡി t = 0 തുടങ്ങുന്നത്, അതിനെ 10 നാനോ സെക്കൻഡ് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് ആയി. ഓക്കെ, ഇവിടെ t = 0 ആണ്, പക്ഷേ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ചേഞ്ച് ഒക്കെ ചെയ്യുന്ന 10 നാനോ സെക്കൻഡ്സ് കഴിഞ്ഞിട്ടായിരിക്കും. ഇതായിരിക്കും നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട് വേവ് ഫോം V0. ഓക്കെ, ഈ രീതിയിലാണ് ഈ പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യുന്നത്. നമുക്ക് ഒരു എക്സാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഗേറ്റ് G1 ഉണ്ട്, G2 2 ഗേറ്റ് തന്നിട്ടുണ്ട്. ആ പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് 10 നാനോ സെക്കൻഡ്. ആദ്യത്തെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് 10 നാനോ സെക്കൻഡ്സ് ആണ്. സെക്കൻഡ് ഗേറ്റിന്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് 20 നാനോ സെക്കൻഡ്സ് ആണ്. അപ്പം നോക്കുക, ഇൻപുട്ട് VI is making an abrupt change at t0 from 0 to 1. VI എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നുണ്ട് 0 to 1 at t = 0. ദെൻ നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം ഏത് രീതിയിലായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വേവ് ഫോം എങ്ങനെ കിട്ടുന്നത് എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇത് 10 നാനോ സെക്കൻഡ്സ് ആണ്, ഇത് 20 നാനോ സെക്കൻഡ്സ് ആണ്. VI എന്ന് പറയുന്നത് t = 0 എന്ന് പറയുന്നതിൽ ചേഞ്ച് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ t = 0 എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ നമുക്ക് ഈ പറയുന്ന ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, 0 നിന്ന് 1 ചേഞ്ച് ചെയ്യുന്നു.
നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് ഒരു നോർ ഗേറ്റ് ഷോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഔട്ട്പുട്ട് അപ്പോൾ എന്തായിരിക്കും, നോട്ടായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് വിത്തൗട്ട് ഡിലേ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. വിത്തൗട്ട് ഡിലേ ആണെങ്കിൽ ആ പറയുന്ന സെയിം ഇൻസ്റ്റന്റിൽ തന്നെ നമുക്ക് എന്താ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് വിചാരിക്കാം അല്ലെ. G1 എന്ന് പറയുന്നതിൻ്റെ ഔട്ട്പുട്ട്, ഫോർ എക്സാമ്പിൾ ഇത് എയും നമുക്കിത് ബിയും ആയിട്ട് പറയുകയാണെങ്കിൽ വിത്തൗട്ട് ഡിലേ എ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരാം, എ എന്ന് പറയുന്ന ഇൻപുട്ട്. പക്ഷെ നമുക്ക് വിത്ത് ഡിലേ കൺസിഡർ ചെയ്യണം. നമുക്കറിയാം 10 നാനോ സെക്കൻഡ് ഡിലേ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 10 നാനോ സെക്കൻഡ് ഡിലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള T1 നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് വിചാരിക്കും. ഇതാണ് എ എന്ന് പറയുന്ന ഇൻപുട്ട് വിത്ത് ഡിലേ. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് ഇതിൽ G1ൻ്റെ ഔട്ട്പുട്ട്, G1 ഔട്ട്പുട്ട് വിത്ത് ഡിലേ ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം G2ൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, നമുക്ക് G2ൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ GT ഔട്ട്പുട്ട് വിത്തൗട്ട് ഡിലേ, ഐഡിയൽ കേസ്. ഓക്കെ, നോക്കാം, നമ്മൾ രണ്ട് വേവ് ഫോം ആണ് കൺസിഡർ ചെയ്യേണ്ടത്. VI എന്ന് പറയുന്ന വേവ് ഫോം ഡയറക്ട്ലി നമ്മുടെ ബി ഇൻപുട്ടിലേക്ക് റീച്ച് ആവുന്നുണ്ട്. വേറെ ഇൻപുട്ട് 10 നാനോ സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ബി ഇൻപുട്ട് ഇതാണ്. ഓക്കെ, എ ഇൻപുട്ട് ഇവിടെയും വരച്ചു. നോക്കുക, ഒന്ന് 0യും XOR ഗേറ്റ് ആണ്, 0യും 1ഉം ആണ്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 ആയിരിക്കും ഈ പറയുന്ന ഡ്യൂറേഷനിൽ. ഇനി നോക്കുക, നെക്സ്റ്റ് T0 to T1 എന്ന് പറയുന്ന ഡ്യൂറേഷനിൽ രണ്ട് ഇൻപുട്ടും 1 1 ആണ്. സോ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഇനി T1 to T2 നോക്കിക്കഴിഞ്ഞാൽ എ ഇൻപുട്ട് 0യും ബി ഇൻപുട്ട് 1ഉം ആണ്. എഗെയിൻ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ഹൈ ആയിരിക്കും. ഈ രീതിയിലായിരിക്കും കണ്ടിന്യൂ ചെയ്യുക. പക്ഷെ നമ്മളിത് കൺസിഡർ ചെയ്ത് വിത്തൗട്ട് ഡിലേ ആണ്. G2 എന്ന് പറയുന്ന ഗേറ്റിന് 20 നാനോ സെക്കൻഡ് ഡിലേ പറയുന്നുണ്ട്. നമുക്ക് T1 എന്ന് പറയുന്ന ഡ്യൂറേഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എൻ്റയർ വേവ് ഫോമിനെ ഷിഫ്റ്റ് ചെയ്ത് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ വേവ് ഫോം ഷിഫ്റ്റ് ചെയ്ത് ഓക്കെ, അപ്പോൾ T0 എന്ന് പറയുന്ന ടൈം കഴിഞ്ഞ് T1 T2 ഓൺവേർഡ്സ് ഇതായിരിക്കും G2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് വിത്ത് ഡിലേ ഓർ പ്രാക്ടിക്കൽ കേസ്. നമുക്ക് വേവ് ഫോം നോക്കാം ഏത് ഓപ്ഷൻ ആണെന്നുള്ളത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലെ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നമുക്ക് സിമിലർ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒരു TTL സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഓൾ ഗേറ്റ്സ് ഹാവ് ഈക്വൽ പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് 10 നാനോ സെക്കൻഡ്. അപ്പോൾ എല്ലാ ഗേറ്റിനും 10 നാനോ സെക്കൻഡ് ഡിലേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആദ്യത്തെ NAND ഗേറ്റ് ആണ്, ഇൻപുട്ട് ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ആക്ട് ചെയ്യുന്നത് നോട്ട് ഗേറ്റ് ആണ്, ഇതും ഒരു നോട്ട് ഗേറ്റ് ആണ് ആക്ട് ചെയ്യുക. ഓക്കെ, ഇതൊരു XOR ഗേറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നതിൻ്റെ ഡ്യൂറേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ, 100 നാനോ സെക്കൻഡ്സ്. നമുക്ക് ഈ പറയുന്ന പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നോക്കുക, നമ്മുടെ ഫസ്റ്റ് കേസിൽ ഈ പറയുന്ന ഈ ഇൻപുട്ട് ബി ആണ്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഇൻപുട്ട് നമുക്ക് ഡയറക്റ്റ്ലി വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ എക്സ് ഇൻപുട്ടാണെന്ന് വിചാരിച്ചോളൂ. ഇത് ഈ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 100 നാനോ സെക്കൻഡ് ആണെന്ന് അസ്യൂം ചെയ്യാം നമുക്ക്. അപ്പം ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്ന ഇൻസ്റ്റന്റ് നമ്മൾ നോക്കി. നോക്കുക, ഫസ്റ്റ് കേസിൽ എ എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. എ വിത്തൗട്ട് ഡിലേ അല്ലെ, ഫസ്റ്റ് നോട്ട് ഗേറ്റ് ആണ്. നമുക്ക് വരയ്ക്കുമ്പം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് മാത്രം വരച്ചാൽ മതി. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചു. ഇനി വിത്ത് ഡിലേ, വിത്ത് ഡിലേ എന്ന് പറയുമ്പം ഒരു 10 നാനോ സെക്കൻഡ്സ് ആണ്. ഒരു 1 യൂണിറ്റ് നമുക്ക് ആലോചിക്കാം. സോ 1 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് വരച്ചു. നോക്കുക, ഇനി അടുത്ത കേസിൽ വരുന്നത് ബി ആണ്. അപ്പോൾ ബി വിത്തൗട്ട് ഡിലേ നമുക്ക് ഫസ്റ്റ് പ്ലോട്ട് ചെയ്യാം. ഈ ഔട്ട്പുട്ടിനെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഔട്ട്പുട്ടിനെ കോംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് കിട്ടി. പക്ഷെ അഗെയിൻ ഒരു ഡിലേ നമുക്ക് വരയ്ക്കാനുണ്ട്. ഡിലേ വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി ഉള്ളതിന് ഒരു യൂണിറ്റും കൂടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കുകയാണ്.
നമുക്ക് ഇൻപുട്സ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്, വിച്ച് ഇസ് എക്സ്. എക്സ് നമുക്ക് ഡയറക്ട്ലി ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വരയ്ക്കാം. ഇത് എക്സ് ആണ്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വേറെ ഇൻപുട്ട് എന്ന് പറയുന്നത് ബി ആണ്. നമ്മൾ ഇനി കൺസിഡർ ചെയ്യേണ്ട രണ്ട് ഇൻപുട്സുകൾ മാത്രമേ ഉള്ളൂ, എക്സും ബിയും മാത്രം കൺസിഡർ ചെയ്താൽ മതി. നോക്കുക, ഇതാണ് നമ്മുടെ ബി, ഇതാണ് എക്സ്. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ കേസിൽ എക്സ് ഓർ ഗേറ്റ് ആണ്, രണ്ടും 0 ആണ്, ഔട്ട്പുട്ട് 0 ആയിട്ട് തന്നെ വരച്ചു. ഇനി നോക്കുക, ഈ പറയുന്ന ഡ്യൂറേഷനിൽ ഓക്കെ ഇവിടെ 1ഉം ഇവിടെ 0 ആണ്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? 1 ആയിട്ട് ചേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞ് രണ്ട് ഇൻപുട്സും 1 1 ആണ്, സോ ഔട്ട്പുട്ട് 0 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനിയുള്ള സ്റ്റേജിൽ 0യും ഇത് 1ഉം ആണ്, സോ ഔട്ട്പുട്ട് അഗൈൻ ചേഞ്ച് ചെയ്ത് 1ലേക്ക്. നമുക്ക് രണ്ട് സ്പൈക്സ് ഇതേപോലെയുള്ള നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം. ഇതിന് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 20 നാനോ സെക്കൻഡ്സ് ആയിരിക്കും. കാരണം ഒരു ഗേറ്റിന് 10 നാനോ സെക്കൻഡ്സ് ഉണ്ട്, അടുത്തതിന് 10 നാനോ സെക്കൻഡ്. ആക്ച്വലി 100 നാനോ സെക്കൻഡ് ഡ്യൂറേഷനുള്ള വരച്ചിരിക്കുന്നത് ഒരു അപ്രോക്സിമേറ്റ് ആണ്. പക്ഷെ ഒരു പൾസിന്റെ വിഡ്ത്ത് 20 നാനോ സെക്കൻഡ് ആയിരിക്കും. നമുക്ക് ഇതിനകത്ത് സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 20 നാനോ സെക്കൻഡ്സ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ പ്രൊപ്പഗേഷൻ ഡിലേ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കാം. ഒരു 2 to 1 മക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, സ്വിച്ചിങ് ഡിലേ ഓഫ് 1 മൈക്രോ സെക്കൻഡ്. അതായത് സ്വിച്ച് കണക്ട് ചെയ്ത് ഔട്ട്പുട്ടിൽ ചേഞ്ച് വരാൻ വേണ്ടി ഇറ്റ് ടേക്സ് 1 മൈക്രോ സെക്കൻഡ്. The connector shown in the figure, the output of the multiplexer is tied to its own select input. ഇവിടെ ചെയ്തിരിക്കുന്നത് ഔട്ട്പുട്ട് ലൈൻ V0 വീണ്ടും നമ്മുടെ മക്സിന്റെ സെലക്ട് ലൈനിലേക്ക് തന്നെ കണക്ട് ചെയ്തിരിക്കുകയാണ്. The input gets selected when S is equal to 0 is tied to 1. അതായത് S 0 ആണെന്നുണ്ടെങ്കിൽ, S 0 ആണെങ്കിൽ സെലക്ട് ചെയ്യുന്ന ലൈനിൽ കണക്ട് ചെയ്തിരിക്കുന്ന 1 ആണ്. ഓക്കെ, ഇനി S is equal to 1 കൊടുക്കുകയാണെങ്കിൽ മക്സിന്റെ ഇൻപുട്ടിൽ, അതായത് മക്സിന് ഒരു സെലക്ട് ലൈൻ ഉണ്ട്, രണ്ട് ഇൻപുട്ട് ലൈൻ ഉണ്ട്. ഓക്കെ, I0 I1. ഔട്ട്പുട്ട് ലൈൻ എന്ന് പറയുന്നത് V0. വെൻ S is equal to 0 ആണെങ്കിൽ നമുക്ക് I0 എന്ന് പറയുന്ന ലൈനിൽ കണക്ട് ചെയ്തിരിക്കുന്നത് 1 ആണ്. ഇനി S is equal to 1 ആണെങ്കിൽ I1 ആണ് സെലക്ട് ചെയ്യുക, ആ ലൈനിൽ കണക്ട് ചെയ്തിരിക്കുന്നത് 0 ആണ്. ഇനി ഈ പറയുന്ന S 0യും 1ഉം ഒക്കെ ആവുന്നത് ബേസ്ഡ് ഓൺ ദ ഔട്ട്പുട്ട് V0 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഫസ്റ്റ് കേസിൽ S is equal to 0 എന്നുള്ള പോസിബിലിറ്റി നോക്കാം. S is equal to 0 കൊടുത്തു, നമ്മുടെ ഔട്ട്പുട്ടിൽ ഫോർ എക്സാമ്പിൾ ഇനിഷ്യൽ ഔട്ട്പുട്ട് V is equal to V0 1 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മക്സിന്റെ സെലക്ട് ലൈനിൽ 1 ആണ്, പക്ഷേ 1 സെലക്ട് ലൈനിൽ കൊടുത്ത് ഒരു 1 മൈക്രോ സെക്കൻഡ് ഡ്യൂറേഷൻ കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മുടെ സെലക്ട് ലൈനിൽ ചൂസ് ചെയ്യാം. അപ്പോൾ നോക്കുക, S is equal to 1 ആണെങ്കിൽ ചൂസ് ചെയ്യുന്ന ലൈനിലെ വാല്യൂ 0 ആണ്, സോ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? 0 കിട്ടും. ഇനി നോക്കുക, ആ പറയുന്ന ഔട്ട്പുട്ട് ലൈൻ എക്സാക്ട്ലി എസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, സോ നമ്മുടെ എസ് ചേഞ്ച് ചെയ്ത് 0 ആവും. എസ് 0 ആയി കഴിഞ്ഞാൽ ഒരു 1 മൈക്രോ സെക്കൻഡ്സ് കഴിഞ്ഞാലേ നമ്മുടെ ഔട്ട്പുട്ടിൽ ആ ചേഞ്ച്, എസ് 0 ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന S is equal to 0 എന്ന് പറയുന്ന ലൈനിൽ കൊടുത്തിരിക്കുന്നത് 1 ആണ്, അപ്പോൾ ഔട്ട്പുട്ട് 1ലേക്ക് ചേഞ്ച് ചെയ്യും. നോക്കുക, ഈ പറയുന്ന രീതിയിൽ 1 മൈക്രോ സെക്കൻഡ് ഡ്യൂറേഷൻ ഓൺ ഓഫ് ആയിട്ടുള്ള ഒരു പൾസ് ആയിട്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മൈക്രോ സെക്കൻഡ്സ് ആണ്. നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2 മൈക്രോ സെക്കൻഡ്സ് ആയി, സോ നമുക്ക് കണ്ടുപിടിക്കാവുന്ന 0.5 മെഗാഹെർട്സ്. നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇതാണ് പ്രൊപ്പഗേഷൻ ഡിലേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്.